നമുക്ക് ഈ കണ്ടീഷനിൽ ലാസ്റ്റ് 1.19 കൊടുക്കാം. 1,19,000. അപ്പോൾ വില കുറച്ച് മാക്സിമം കൊടുക്കാൻ പറ്റുമോ? വില കുറച്ച് കൊടുക്കാം. 60 രൂപ കൊടുക്കാം. ലാസ്റ്റ് 60 രൂപ കൊടുക്കാൻ വേണ്ടി. LXI ആണ്, AC വർക്കിംഗ് ആണ്, പോർച്ചിനും വർക്കിംഗ് ആണ്. 26 പേപ്പർ വരും അല്ലേ? 26 പേപ്പർ ഉണ്ട്. ഈ കാഴ്ച എത്രയും കൊടുക്കാം നമുക്ക്? 50 രൂപ ലാസ്റ്റ്. 50 രൂപ. 10 വണ്ടി ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കണം. 45 രൂപ കൊടുക്കാം അല്ലേ? 45 രൂപ കൊടുക്കാം. അപ്പോൾ ഇതെങ്ങനെ വില പറഞ്ഞ്? ഇത് ഫൈനൽ 35 രൂപ കൊടുക്കാം. 35 രൂപ കൊടുക്കാം. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇന്നയ കാർസിലാണ്. നമ്മുടെ വീണ്ടും സ്റ്റോക്കെല്ലാം മാറിയിട്ടുണ്ട്, പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ലൊക്കേഷൻ തിരുവനന്തപുരം നെടുമങ്ങാട് വേങ്കവിളയാണ്. നെടുമങ്ങാട് നമ്മൾ വെമ്പായം പോകുന്ന വഴിക്ക് വേങ്കവിള. അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം, അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നേരെ വീഡിയോ. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് പറയുമ്പോൾ റാസിനുണ്ട്. റാസിന് നമ്മൾ കഴിഞ്ഞ ചെയ്ത വീഡിയോയിലെ വണ്ടിയെല്ലാം പോയില്ല. എല്ലാം ഞാനിത് 2012 ഉണ്ട് കേട്ടോ. 12 ഉണ്ടല്ലേ? 2012. ഓക്കെ. ഇതെങ്ങനെയുണ്ട് വണ്ടി? ചെറിയൊരു ബോഡി ചെറിയ പ്രശ്നങ്ങൾ? ബോഡി ഈ ഒരു ഭാഗത്തുള്ള ഫാൾട്ട് മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അല്ല എഞ്ചിൻ ഭാഗം എങ്ങനെയുണ്ട്? കൊള്ളാം, ബാക്കിയെല്ലാം കൊള്ളാം. ഓക്കെ. ടയർ ഓടാനുള്ള ടയറേ ഉള്ളൂ. ഓക്കെ. ഇവ കാണുന്നവർ ചെറിയൊരു പ്രശ്നങ്ങളുണ്ട്. ഇന്റീരിയർ കണ്ടീഷൻ ഈ കാണുന്ന ക്വാളിറ്റി ഉണ്ട്. ഇത് AC ഉള്ള മോഡൽ. AC ഉള്ള മോഡലാണ്. AC വർക്ക് ചെയ്യുന്നുണ്ടോ? AC വർക്ക് ചെയ്യുന്നുണ്ടല്ലേ? 12 വണ്ടിയാണ്. ഈ കാണുന്ന ക്വാളിറ്റി ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെ വില പറഞ്ഞത്? ഇത് ഫൈനൽ 35 രൂപ കൊടുക്കാം. 35 രൂപ കൊടുക്കാം. ഓക്കെ ശരി. 2012 വണ്ടിയാണ്. 12 വണ്ടി അല്ലേ? അടുത്ത വണ്ടി ഇത് 2010 ഓൾട്ടോ LXI ആണ് കേട്ടോ. LXI 2010 ഓൾട്ടോ LXI. ഓക്കെ. 2010 വണ്ടി. അപ്പോൾ അത് ടെസ്റ്റ് എപ്പോഴും വരണേ? ഇല്ല, ടെസ്റ്റ് എപ്പോഴും? ടെസ്റ്റിന് 2 മാസം കൂടെ പേപ്പർ ഉള്ളൂ. ഓക്കെ. ആൾട്ടോ LXI ആണോ? ഈ കാണുന്ന ക്വാളിറ്റി ഉണ്ട്. ബോഡി ചെറിയ ചെറിയ വർക്കുകളുണ്ട് ചെയ്യാം. നമുക്ക് ആ വിലയ്ക്ക് കൊടുക്കാം. 2010 ഓൾട്ടോ LXI ടെസ്റ്റ് ചെയ്തെടുക്കുന്ന 2 മാസം കൂടെ പേപ്പർ ഉള്ളൂ കേട്ടോ. ടയർ ആവറേജേ ഉള്ളൂ. AC പവർ സ്റ്റിയറിംഗ് ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ് ഉണ്ട്. AC എല്ലാം വർക്കിംഗ് ആണ്. ഓക്കെ. LXI വണ്ടി. അപ്പോൾ നമുക്ക് ഈ വണ്ടി കൊടുക്കാവുന്ന വില ഈ കണ്ടീഷൻ 45,000 രൂപ കൊടുക്കാം. 45,000? 45,000. അവർക്ക് 25,000 മുടക്കി 30,000 മുടക്കിയാലും ഏകദേശം 10-85 രൂപ 70 രൂപ ആവേ ഉള്ളൂ. ഓക്കെ. അപ്പം 10 വണ്ടി ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കണം. 45 രൂപ കൊടുക്കാം അല്ലേ? 45 രൂപ കൊടുക്കാം. 10 രൂപ ടാക്സ് ഇൻഷുറൻസും എല്ലാം കൂടെ ആവും. പിന്നെ റീടെസ്റ്റ് ഫീസ് 3,000 ഫീസ് വരും. ബോഡി ആവശ്യം പോലെ പണിയാം ബാക്കി പൈസക്ക്. ഓക്കെ. ആവശ്യത്തിന് അത് ചെയ്തെടുക്കാം. ബോഡിയിൽ അത്ര പണിയൊന്നുമില്ല. ചെറിയ ചെറിയ ടച്ചും പോളിഷും കാര്യങ്ങളും പെയിന്റിങ് വർക്ക് അങ്ങനെയൊക്കെ ഉള്ളതേ ഉള്ളൂ. ചെയ്തെടുത്താൽ കൊണ്ടുപോകണം. 2014 ടയർ ഒരു 13,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 13,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. 0 രജിസ്ട്രേഷൻ വണ്ടിയാണ് പറഞ്ഞത്. ടയർ 4 കൊള്ളാം അല്ലേ? ടയറൊക്കെ ബഡ്ജായി. ആ ടയറൊക്കെ ബഡ്ജായിട്ടുണ്ടല്ലേ? ത്രെഡ് മാത്രമേ ഉള്ളൂ. ഇത് ഓടാതെ കിടന്നേ. ത്രെഡ് മാത്രമേ ഉള്ളൂ. ടയർ മാറണം. ബഡ്ജായിട്ടുണ്ട്. ബഡ്ജായിട്ടുണ്ട്. ടയർ മാറണം. കാരണം കറുപ്പ് മാത്രമേ ഉള്ളൂ. കറുപ്പ് ത്രെഡ് ഉണ്ട്. കാണുമ്പോൾ നമുക്ക് ത്രെഡ്. ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. ടയർ 4 മാറിയാൽ നന്നായിരിക്കും. ഇല്ലെങ്കിൽ ഓരോന്നോരോന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് മാറേണ്ടി എത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ള കിടന്നപ്പോൾ ഇല്ലാതാണല്ലോ. കിലോമീറ്റർ കുറവാണ്. AC ഉള്ള വണ്ടിയാണല്ലേ? AC വർക്ക് ചെയ്യുന്നുണ്ടോ? വർക്ക് ചെയ്യുന്നുണ്ടല്ലേ? ഓക്കെ. അപ്പം ലോ കിലോമീറ്റർ വണ്ടിയാണ്. ബാക്കി കാര്യങ്ങൾ നോക്കിയെടുക്കുക. അപ്പം കൊടുക്കുക. ലോ കിലോമീറ്റർ എന്നുള്ള വിലയെല്ലാം 2014 13 രജിസ്ട്രേഷൻ വണ്ടിയാണ്. അല്ല 13 മോഡലാണ്. 14 രജിസ്ട്രേറ്റ് ഉണ്ട്. ഓക്കെ. നമുക്ക് ഈ വണ്ടി വന്നിട്ട് നമുക്ക് ഒരു 50 രൂപ കൊടുക്കാം. 50 രൂപ കൊടുക്കാം. വെറും 15,000 കിലോമീറ്റർ. ആ കിലോമീറ്റർ സസ്പെൻഷൻ എല്ലാം അടിപൊളി ഓടിക്കാൻ പുതിയ കണക്ക് തന്നെ ഇരിക്കണം. ഈ ടയറിന്റെ ഒരു ചാട്ടം ഉണ്ട്. ആ ടയർ എന്താ വെടിച്ച് ഇത് ഓടാതെ കിടന്നിട്ടുള്ള വെടിച്ച് ഒരു ഇതുണ്ട്. ടയറിന്റെ മാത്രമല്ലേ? അല്ല ഓട്ടത്തിൽ ഈ ഒരു ടയർ മാത്രമേ ഫീൽ ചെയ്യുള്ളൂ. എന്നാലും ഓടുമ്പോൾ മാറേണ്ടി വരും. ഉറപ്പായിട്ടും ഓടുമ്പോഴത്തേക്ക് പഞ്ചറാവും, വെടിയേക്കും, അങ്ങനെയുള്ള പ്രശ്നം വരും. ഓക്കെ ശരി. i20 ഇത് 2010 വണ്ടിയാണ്. അടുത്ത വർഷം ഈ വർഷം ലാസ്റ്റ് വരെ ഡിസംബർ വരെ പേപ്പറുണ്ട്. പെട്രോൾ വേരിയൻ്റാണ്. വേറെ പെട്രോൾ വണ്ടി അല്ലേ? AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, മാഗ്ന വണ്ടി അല്ലേ? വണ്ടി കാണുന്ന ക്വാളിറ്റി ഉണ്ട്. ടയർ കണ്ടീഷനൊക്കെ അത്യാവശ്യം ഉണ്ടല്ലേ? ടയർ കണ്ടീഷനൊക്കെ അത്യാവശ്യം. ഓക്കെ. ഇന്ത്യൻ കണ്ടീഷൻ. സീറ്റ് ഫാബ്രിക് ആണ്. അത്യാവശ്യം കുഴപ്പമില്ല, വൃത്തിയുണ്ട്. ഈ കാണുന്ന ക്വാളിറ്റി ഉണ്ട് വണ്ടി. ഇതിൽ AC കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണോ? എല്ലാം വർക്കിംഗ് ആണ്. എല്ലാം വർക്കിംഗ് ആണ്. അപ്പോൾ 2010 i20 മാഗ്ന തന്നെ വേരിയൻറ്റ്. എത്രയ്ക്ക് കൊടുക്കാം നമുക്ക് ഈ വണ്ടി? അല്ല ACയുടെ കാര്യം ജസ്റ്റ് നോക്കണം കേട്ടോ. AC നോക്കണം അല്ലേ? AC നോക്കണം. വേറെ ഇത് നമുക്ക് ഈ കണ്ടീഷനിൽ ലാസ്റ്റ് 1.19 കൊടുക്കാം. 1,19,000. നീ കീ കളഞ്ഞു പറ്റേ. കീ രണ്ടാമത് അടിച്ചതിന് ഒരുപാട് പൈസ ആടെ. ഓക്കെ. 1,19,000 i20 2010 വണ്ടി അല്ലേ? പെട്രോൾ വണ്ടി. അപ്പോൾ അടുത്ത വണ്ടി ഓൾട്ടോ LXI 2006 വണ്ടി. LXI ആണല്ലേ? LXI 26 പേപ്പർ ആണോ? 26 പേപ്പർ ഉണ്ട്. ഒറ്റ ഓണറാണ്. സിംഗിൾ ഓണർ വണ്ടി അല്ലേ? ഈ വണ്ടി ബോഡിയൊക്കെ കാണുന്ന ക്വാളിറ്റി ഉണ്ട്. ടയർ കണ്ടീഷനും കുഴപ്പമില്ല അല്ലേ? വണ്ടി കൊള്ളാം. ഓക്കെ. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയാണ് ബ്രോ? കണ്ടീഷൻ കൊള്ളാം. ഒരു മെക്കാനിക് കൊണ്ട് ഫുള്ള് ചെക്ക് ചെയ്തെടുത്തോണ്ട് പോയാൽ മതി. മെക്കാനിക് കൊണ്ട് കാണിക്കണം. പിന്നെ വാറണ്ടി ഗ്യാരണ്ടി ഒന്നും ഇല്ല. പഴയ വണ്ടിയാണ്. അതെ
അതെ അതെ. AC-യുടെ ഭാഗം ചെറിയ പ്രശ്നം. നമ്മൾ ഈ ചെറുവണ്ടികൾ വിൽക്കുമ്പോഴത്തേക്ക് എപ്പോഴും പരാതി വരും. കാര്യം 5 വർഷം 3 വർഷം പഴക്കമുള്ള വണ്ടിയല്ലേ വിൽക്കണം. അതെ അതെ. അപ്പോൾ അത്രയും ബുദ്ധിമുട്ട് നമുക്ക് വരും. അപ്പോൾ ഒരാളിനെ കൊണ്ടുവന്ന് കാണിച്ചെടുക്കുക വണ്ടികൾ. ഈ നമ്മൾ കാണിക്കുന്ന ഈ കാണുന്ന ക്വാളിറ്റിയാണ് അവർ പറയുന്നത്. വണ്ടി മെക്കാനിക് ഉണ്ടോ ചെക്ക് ചെയ്തെടുത്താൽ മതി. ഓക്കെ. അപ്പം നമ്മൾ പറയണം നോക്കണ്ട. നമ്മളിപ്പോൾ എനിക്ക് 27 വയസ്സാണ്. 27 വയസ്സിൽ 5-6 വർഷം എക്സ്പീരിയൻസ് വെച്ച് എന്തിനും അറിയാം. അത് തന്നെ. അപ്പം പട്ടണ രീതിക്ക് ഞാൻ നോക്കും. അത് തന്നെ അത്രേ ഉള്ളൂ. അപ്പോൾ വില കുറച്ച് മാക്സിമം കൊടുക്കാൻ പറ്റുമല്ലോ. വില കുറച്ച് കൊടുക്കാം. 60 രൂപ കൊടുക്കാം ലാസ്റ്റ്. 60 രൂപ കൊടുക്കാൻ വേണ്ടി. LXI ആണ്. AC വർക്കിംഗ് ആണ്. പോർച്ചിനും വർക്കിംഗ് ആണ്. ഓക്കെ. ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. റീപ്ലേസ് ഒന്നുമില്ല. അപ്പം 60 രൂപ കൊടുക്കാം. അടുത്ത വണ്ടി സാൻഡ്രോ. ഇത് 2008 വണ്ടിയാണ് കേട്ടോ. 28 വരെ പേപ്പറുണ്ട്. വണ്ടി നല്ല ക്വാളിറ്റിയാണ്. ഓട്ടിക്കാനൊക്കെ നല്ല കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. AC പവറിൻ്റെ വണ്ടിയാണ് കേട്ടോ. നിലവിൽ ചെറിയ പെയിൻറ്റിങ് മാർക്ക് ഉണ്ട്. അത് ചെയ്യണമല്ലേ? ചെറിയ പെയിൻറ്റ് കണ്ട് ഇതൊക്കെ പോളിഷ് ചെയ്യാൻ വേണ്ടി കൊണ്ട് കയറ്റിയാണ്. അവൻ ചെയ്തില്ല. ഓക്കെ. ഈ കാര്യങ്ങളൊക്കെ പെയിൻറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ബാക്കി ഇതിൻ്റെ എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ എങ്ങനെയുണ്ട്? കേട്ടില്ല. എഞ്ചിൻ ഭാഗമൊക്കെ എങ്ങനെയുണ്ട്? എഞ്ചിൻ ഭാഗം എല്ലാം കൊള്ളാം. നിലവിൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ. ഈ കാണുന്ന ക്വാളിറ്റി ഉണ്ട്. വണ്ടി എല്ലാം നല്ല ക്വാളിറ്റി. 2008 വണ്ടിയാണ്. ഞാൻ വിലയ്ക്ക് കൊടുക്കുക. അവർ കൊണ്ട് ബാക്കി പെയിന്റിന്റെ ഒക്കെ ചെയ്തെടുത്താൽ മതി. പവറിന്റെ വണ്ടിയാണ്. പവറിന്റെ AC പവറിന്റെ പവർ സ്റ്റിയറിംഗ് എല്ലാം വന്ന ടൈപ്പ്. ഓക്കെ. നമുക്ക് എത്ര കൊടുക്കാം വണ്ടി റീപ്ലേസ് ഒന്നും ഇല്ല കേട്ടോ. നല്ല ക്വാളിറ്റി വണ്ടി. അപ്പം ഈ വണ്ടി വന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഒരു 65 രൂപ കൊടുക്കാം. ഇൻഷുറൻസ് ഇല്ലെങ്കിൽ എടുക്കണം. 65 രൂപ കൊടുക്കും. അല്ല 60 രൂപ കൊടുക്കും. ഇൻഷുറൻസ് അവർ കസ്റ്റമർ എടുക്കണം. 60 രൂപ കൊടുക്കണം. ഇൻഷുറൻസ് അവരെടുത്തിട്ട് 60 രൂപ കൊടുക്കും. ഇൻഷുറൻസും പേരുമാറുന്ന പൈസ എല്ലാം അവർ തരണം. 60 രൂപ കൊടുക്കും. ഈ കാണാൻ വണ്ടിയുടെ 60 രൂപ. വണ്ടിയുടെ വില 60 രൂപ. വണ്ടി നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. ഇത് വേറെ ഞാൻ ഓടിച്ചു നല്ല കംപ്ലൈൻറ്റ് ഒന്നുമില്ല. അടിപിടിയൊന്നുമില്ല. ശരി. അടുത്ത വണ്ടി സെന്ന്. ഇത് വന്നിട്ട് 2001 സിംഗിൾ ഓണർ വണ്ടിയാണ് കേട്ടോ. സെന്ന് 2001 വണ്ടി. 2001 സീറ്റോറും കാര്യങ്ങളെല്ലാം ഉണ്ട്. ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. 2001 ആകുമ്പോൾ 26 രൂപ പേപ്പർ വരുമോ? 26 രൂപ പേപ്പറുണ്ട്. ഓക്കെ. വണ്ടി കാണുന്ന ക്വാളിറ്റി ഉണ്ട്. ബോഡി വണ്ടി കൊള്ളാം. വേറെ കുഴപ്പമൊന്നും നിലവിലൊന്നുമില്ല. ഓക്കെ. പിന്നെ ടയർ കണ്ടീഷൻ ഈ പറഞ്ഞ റീസോളാണെന്ന് തോന്നുന്നു. ഒരെണ്ണേ ഉള്ളൂ അങ്ങനെ. ഓക്കെ. ഇന്റീരിയർ കണ്ടീഷൻ ഈ കാണുന്ന ക്വാളിറ്റി ഉണ്ട്. അപ്പം AC ഉള്ളതാണ്. AC ഉണ്ട്. പഴയ മറ്റേ സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം പറഞ്ഞതാണ്. AC വർക്ക് ചെയ്യണമല്ലേ? ഓക്കെ. അപ്പോൾ പഴയ സെന്ന് എത്രയ്ക്ക് കൊടുക്കാം നമുക്ക്? 50 രൂപ ലാസ്റ്റ്. 50 രൂപ. ഓക്കെ. 2001 വണ്ടി അല്ലേ? 2001 വണ്ടി. ഇത് 2011 സ്പാർക്ക്. 11 സ്പാർക്ക്. വണ്ടി കൊള്ളാം. ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. 11 വണ്ടി. ഇത് വണ്ടി കണ്ടീഷനാണോ? വണ്ടി കണ്ടീഷനാണ്. വേറെ 26 പേപ്പർ വരും അല്ലേ? 26 പേപ്പറുണ്ട്. ഈ കാഴ്ചയിൽ ബോഡിക്ക് വേറെ കാര്യങ്ങൾ കാണുന്നു. വണ്ടി ക്വാളിറ്റി ഉണ്ട്. കൊള്ളാം. ഫ്രണ്ട് ഗ്ലാസ് ചെറിയൊരു ക്രാക്ക് വേണ്ടിയിട്ടുണ്ട്. അതിന് നിലവിലുള്ള ഫാൾട്ട്. ഓക്കെ. പിന്നെ ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ചെറിയ രീതിയിലുള്ള നല്ല ഇത് ഓട്ടിക്കാനും കൊള്ളാം. വേറെ കംപ്ലൈന്റ് ഒന്നും ഇല്ല കേട്ടോ. കോയിലൊക്കെ മാറിയിട്ടേക്കുന്നതാ. ഓക്കെ. എഞ്ചിൻ കണ്ടീഷൻ കൊള്ളാമല്ലോ. ഇല്ല. AC എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. AC എല്ലാം വർക്ക് ചെയ്യുന്നത്. ഈ കാണുന്ന ക്വാളിറ്റി ഉണ്ട്. നമ്മൾ കൊള്ളാന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമറെ വരുമ്പോഴത്തേക്ക് എല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ട്. അത്ര പഴക്കമുള്ള വണ്ടിയാണ്. നമ്മൾ വാറണ്ടി ഒന്നും ഇവിടെ നിന്ന് എഗ്രിമെന്റ് എഴുതി കഴിഞ്ഞാൽ ഇടപാട് കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ നിങ്ങൾ വന്ന് നോക്കിയെടുക്കുക വണ്ടി. അവർ കൊള്ളാന്ന് പറഞ്ഞാലും നിങ്ങൾ കണ്ണ് നോക്കിയെടുക്കുകയല്ലേ? ഇതെല്ലാം ചെക്ക് ചെയ്തെടുക്കണം. അവരെ കാഴ്ചപ്പാട് കൊള്ളാന്ന് പറഞ്ഞു. പക്ഷേ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് തരാം. മാക്സിമം കുറയ്ക്കാം. അപ്പോൾ 5 രൂപ പണിയാണെങ്കിൽ 10 രൂപ കുറച്ച് കൊടുക്കാം. ഇവിടെ നിന്ന് പറയണ പണി ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇടപാടില്ല. ഇവിടെ വന്നിട്ട് ഇന്ന ഈ കംപ്ലൈൻറ്റ് ഉണ്ട് നമ്മൾ ഓടിച്ചു നോക്കി നമ്മുടെ അടുത്ത് പറഞ്ഞാൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ 30 രൂപ അതിൻ്റെ പൈസ എന്നാൽ കുറച്ച് എന്ന് പറയാം. പക്ഷേ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ എവിടെയും കൊണ്ടുപോയിട്ട് അത് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ആക്കിയൊന്നുമില്ല. അത് ഈ പഴയ വണ്ടിക്കൊന്നും കംപ്ലൈൻറ്റ് അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഈ സ്പോട്ടിൽ വന്നിട്ട് ഈ വണ്ടിയുടെ കാര്യം എന്തെങ്കിലും നമ്മുടെ അടുത്ത് പറഞ്ഞാൽ ഇപ്പോൾ ഈ വണ്ടി ഇതേപോലെ ബ്രാക്കിൻ്റെ വേറെ വിഷയമുണ്ട്. ഞാൻ പറയും 10,000 രൂപ ആവുള്ളൂ. അത് നിങ്ങൾ കുറച്ച് തരും എന്ന് പറയും. ഓക്കെ. അപ്പോൾ അതിൽ കൂടുതൽ നമുക്കൊന്നും ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ കിടക്കുന്ന കണ്ടീഷനിലുള്ള വിലയാണ് ഇത് 55,000. നിങ്ങൾ നോക്കി എടുക്കുക. ബാക്കി കാര്യങ്ങൾ നോക്കി എടുക്കുക. പഴയ വണ്ടിയല്ല, ഇത്രയും പഴക്കമുള്ള വണ്ടികളാണ്. നമ്മൾ എത്ര കൊടുക്കാം ബ്രോ സ്പാർക്ക്? അപ്പോൾ നമുക്കിതൊരു 55 രൂപ കൊടുക്കാം. 55 രൂപ. അടുത്ത വണ്ടി ബീറ്റ്. ഇത് 2012 നവംബർ വണ്ടിയാണ്. 2012 ലാസ്റ്റ്. 12 നവംബർ ആണ് അല്ലേ? 12 നവംബർ. 27 രൂപ പേപ്പറുണ്ട്. കേട്ടില്ല? 27 പേപ്പറുണ്ട്. ഡീസൽ വണ്ടിയാണല്ലേ? ഡീസലോ? ഷവർലെ ബീറ്റ് ഡീസൽ LS ആണ്. ഈ കാണുന്ന ക്വാളിറ്റി ഉണ്ട്. മോളിൽ അഡീഷണൽ നമ്മുടെ എന്താ പറയുക ഡ്യുവൽ ടോൺ ആക്കിയിട്ടുണ്ട് മോളിൽ. ഓക്കെ. വണ്ടിയുടെ കണ്ടീഷൻ എങ്ങനെയുണ്ട്? ടയർ കണ്ടീഷൻ ഒരു മീഡിയം കണ്ടീഷൻ. വണ്ടി കൊള്ളാം. ഓക്കെ. ഡീസൽ വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ് എല്ലാം പവർ വിൻഡോ എല്ലാം ഉണ്ട്. ആവറേജ് കണ്ടീഷൻ ആണല്ലേ? ഓക്കെ. AC വർക്ക് ചെയ്യുന്നുണ്ടോ? AC വർക്ക് ചെയ്യുന്നത്. ബ്രാക്കിന്റെ പണിയുണ്ട്, ചെയ്യണം. എഞ്ചിൻ അങ്ങനെയുണ്ട്. എഞ്ചിൻ കൊള്ളാം. ഡീകംപ്രഷൻ ഒന്നും കാണിക്കുന്നില്ല. കൊണ്ട് ചെക്ക് ചെയ്തെടുത്താൽ മതി. ബ്രാക്കിൽ ഒരു 10-15 രൂപ പണി. എന്തായാലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. നമ്മൾ വണ്ടി ഇത്ര വില കുറയ്ക്കുന്നുണ്ട്. അപ്പം ഒരു മെക്കാനിക് കൊണ്ട് കാണിച്ച് തൃപ്തിയാക്കി എടുക്കുക അല്ലേ? തൃപ്തിയാക്കി എടുക്കണം. കൊണ്ടുപോയിട്ട് ഓക്കെ. അങ്ങനെയൊന്നും പറയില്ല. വാങ്ങിക്കുന്ന സ്നേഹം പിന്നെ കാണൂല. ഓക്കെ. അപ്പോൾ എത്ര കൊടുക്കാം ഈ വണ്ടി? ഈ വണ്ടി ലാസ്റ്റ് നമുക്കൊരു 55 രൂപ കൊടുക്കാം. 2013 വണ്ടിയിൽ 55 രൂപയൊന്നും കിട്ടൂല. 12 ലാസ്റ്റ് വണ്ടി. 12 ലാസ്റ്റ് വണ്ടിയോ? 2007 വണ്ടിയാണ്. 2007 വണ്ടി. ഓമിനി 2007 വണ്ടി. MPF ആണോ കാർബറേറ്ററാ? കാർബറേറ്റർ. ഓക്കെ. ടയറൊക്കെ കാണുന്ന ക്വാളിറ്റി ഉണ്ട്. LPG ഏതാണല്ലേ ബ്രോ?
കേട്ടില്ല. LPG ചെയ്ത വണ്ടിയാണ് തോന്നുന്നല്ലേ? LPG ഉള്ളതാണെന്ന് തോന്നുന്നു. LPG ഇല്ല, LPG ഇല്ലല്ലേ? പക്ഷേ സൈഡിലാണ്ട് ഇത് കാണുന്നു. LPG ഊരി കളഞ്ഞത്. അപ്പോൾ ഈ കാണുന്ന ക്വാളിറ്റി ഉണ്ട്. ചെറിയൊരു പാച്ച് വർക്കൊന്നും ഇല്ല, വണ്ടി കൊള്ളാം. പാച്ച് വർക്കൊന്നും ഇല്ലല്ലേ? വണ്ടി നമ്മൾ നിലവിൽ കാണണം. ഇൻഷുറൻസ് എടുക്കണം. നിലവിൽ കാണുന്ന കണ്ടീഷൻ ലാസ്റ്റ് 47,000 രൂപ കൊടുക്കുക. 47 രൂപ. 47 നോക്കി എടുക്കുക വണ്ടി. LPG ഉണ്ട്. നിലവിൽ വേറെ ഒരു കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും നിലവിൽ കാണിക്കുന്നില്ല. ഈ വണ്ടിയിൽ കാണും. ഓക്കെ, നമ്മൾ ഇത്ര ക്വാളിറ്റി അല്ല എന്ന് പറഞ്ഞാൽ, ഇത്ര നല്ല ക്വാളിറ്റി ആണെന്ന് പറഞ്ഞാലും കംപ്ലൈൻറ്റ് കാണും. നമ്മൾ ഞാൻ അതുകൊണ്ട് എൻ്റെ വണ്ടിയിലൊന്നും ക്വാളിറ്റി ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അപ്പോൾ നോക്കിയെടുക്കുക. കംപ്ലൈൻറ്റിൽ വിൽക്കാനും പാടാണെന്ന്. ശരി. അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച വണ്ടിയാണ് നിസ്സാൻ സൺ. ഇപ്പം ഓഫർ വീണ്ടും വില കൊടുക്കുക അല്ലേ? നമുക്ക് ഈ കണ്ടീഷൻ 1,28 കൊടുക്കുക. 1,28. അപ്പോൾ 1,28 കൊടുക്കുക. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച വണ്ടിയാണ്. ഈ കാണുന്ന ചെറിയ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇതിൻ്റെ പവർ സ്റ്റിയറിംഗിൻ്റെ എന്തോ പ്രശ്നം. പവർ സ്റ്റിയറിംഗിൻ്റെ മോട്ടർ ഒന്ന് മാറണം. ഇൻഷുറൻസ് എടുക്കണം. ഇത് രണ്ടും നിലവിൽ കാണണം. ഓക്കെ, നമ്മൾ കാണിച്ചതാണ്. അപ്പം ഇപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും. അപ്പോൾ ഈ കാണുന്ന ക്വാളിറ്റി ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഇരിപ്പുണ്ടല്ലേ? വണ്ടി ക്വാളിറ്റി ഉണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. അടിപിടി കാര്യങ്ങളും 4 പുതിയ ടയർ കിടപ്പുണ്ട്. ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളും. വണ്ടി വൃത്തിയാക്കി എടുക്കാണ്ട് ചെറിയ രീതിയിൽ. അപ്പോൾ അത് കണക്കാക്കിയാണ് ഈ 1,28 വില പറയണം. 1,28. അപ്പോൾ ബാക്കി പണി ചെയ്തെടുക്കാം, നോക്കിയെടുക്കുക അല്ലേ? ഓക്കെ. വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം നമ്മുടെ കുറേ വണ്ടികൾ കാണിച്ചായിരുന്നു. അപ്പം പുള്ളി പറഞ്ഞ പോലെ നിങ്ങളൊന്ന് നോക്കിയെടുക്കുക. വണ്ടിയുടെ വിലക്കുറവാണ്. അപ്പോൾ ഒന്ന് മെക്കാനിക്കൊണ്ടൊന്ന് കാണിച്ചിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ